ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാനായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്ത് അതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു പുളിവെള്ളം തയ്യാറാക്കി എടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാവയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി തുടങ്ങുമ്പം ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഒരു പൊടികളും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഈ ഒരു കൂട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാവയ്ക്കിലേക്ക് പുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നല്ല വെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകി വെള്ളം വാർത്ത് വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട, പച്ചമണം മാറിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ആ ഒരു പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാവയ്ക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. വല്ലാണ്ട് മുറിച്ചെടുക്കല്ല, എന്നാലും ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് റോസ്റ്റ് ആക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു തേങ്ങാക്കൂട്ടിൻ്റെയും ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഇത് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് നിർത്തി അരച്ചാൽ മതി. നല്ല പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാവയ്ക്കയും അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പുളിവെള്ളം കൂടെ ഈ ഒരു പാവയ്ക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ആ ഒരു പുളിയുടെയും കൂടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ പുളിവെള്ളമൊക്കെ തന്നെ നന്നായി തിളച്ച് ഇതുപോലെ കുറുകി വരുന്ന സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാക്കൂട്ട് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2-3 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഗ്രേവി അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പം നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു തീയലിനുണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ അടച്ചു വെക്കാം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യണേ.